ഇപ്പോൾ നോക്കൂ, ചരിത്രപരമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. വയനാട് ടൗൺഷിപ്പ് ലോകത്തിന് തന്നെ ഒരു പുതിയ കേരള മാതൃക. ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് ഉച്ചത്തോടുകൂടി പറഞ്ഞ പ്രതിപക്ഷം പറഞ്ഞ വയനാട് തുരങ്കം ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ തന്നെ വേണോ എന്നതാണ് പുതിയ ഉത്കണ്ഠ പ്രതിപക്ഷത്തിന് വന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടനാട് മേഖലയിലൂടെ കാലവർഷം വന്നാൽ ആരും ചങ്ങനാശ്ശേരിക്ക് പോവില്ല, കോട്ടയം വഴിയെ പിന്നെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ 700 കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി പാത പ്രളയാനന്തരമുള്ള നിർമ്മാണ പ്രവർത്തനത്തിന്റെ മകുടോദാഹരണമല്ലേ? അതുപോലെ തന്നെ കുറച്ച് വീടുകൾക്ക് വേണ്ടി ഇത്ര പണം ചെലവഴിക്കണോ എന്ന ചിന്തയിൽ നിന്ന് മാറി എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒപ്പം കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായി പെരുമ്പളം പാലം വന്നത്. ചെല്ലാനം കടപ്പുറം നോക്കൂ, 8 മന്ത്രിമാരുണ്ടായിരുന്നു കേന്ദ്രത്തിൽ, 8 പേർ. അവിടുത്തെ MLA ഫിഷറീസിന്റെ മന്ത്രിയായിരുന്നു. തീരദേശം സംരക്ഷിക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ അന്ന് മുഴുവൻ കടലിൽ കായം കലക്കലായിരുന്നല്ലോ. കരിങ്കല്ല് കൊണ്ടിടും, അടുത്ത പ്രളയത്തിന് വീണ്ടും ഇടും. പ്രളയം കയറുമ്പോൾ എല്ലാവരും ഫോട്ടോഷൂട്ടിന് പോവും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഈ 402 കോടി ചെലവഴിച്ച പദ്ധതി നോക്കുമ്പോൾ 1 കിലോമീറ്ററിന് 65 കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. അപ്പോൾ അത്രയും അധികം പണം 1 കിലോമീറ്റർ ചെലവഴിക്കുന്നു പറഞ്ഞാൽ ഈ തീരദേശത്ത് താമസിക്കുന്നത്, ഞങ്ങളൊക്കെ അവിടെ പോയി ഓക്കിക്കാലത്ത് എത്രയോ മണല് വീടുകളിൽ നിന്ന് വാരി കൊണ്ടുപോയിട്ടുണ്ട്, മാറ്റി പുറത്തേക്ക് ഇടുന്നത് താമസിക്കാൻ വേണ്ടി വളണ്ടിയർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. ഇപ്പോൾ നോക്കി എത്ര ശാന്തമായി അവർ ജീവിക്കുന്നു. ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്, ഈ ഗവൺമെന്റിന് അല്ലാതെ, സാധാരണക്കാരെ പക്ഷം വെൽക്കുന്ന ഈ ഗവൺമെന്റിന് അല്ലാതെ ഇതുപോലെ ഇത്രയും പണം ചെലവഴിച്ച് സാധാരണക്കാരായ തീരദേശവാസികളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കാൻ കഴിയുമോ? ഇങ്ങനെ ഒരു ഗവൺമെന്റിന് അല്ലാതെ ഇപ്പോൾ ഈ വയനാടിനകത്ത ഈ ദുരന്തങ്ങൾ, ചൂരൽമല ഉണ്ടാക്കിയ ദുരന്തത്തിൽ പെട്ട ആളുകൾ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പോലും അവരുടെ വിദൂര സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ടൗൺഷിപ്പാണ് ഇപ്പോൾ അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. സുനാമി മോഡൽ ടൗൺഷിപ്പ് ചില ആളുകളുടെ മണ്ഡലത്തിൽ കൊണ്ടുപോയുള്ള പദ്ധതിയല്ലത്. അപ്പോൾ അത്തരം വലിയ മാറ്റം നടക്കുന്നത് ആളുകൾ അറിയരുത് എന്ന ഒരു ധാരണയിലാണ് ഇത്തരം പ്രചാരവേലകൾ നടക്കുന്നത്. അപ്പോൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ഗവൺമെന്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.